കണ്ണിന് മുന്നിൽ നീളുന്ന ലോകത്തേക്ക് നോക്കി കയ്യിലൊരു കത്തുമായി എൻ്റെ കാറിൻ്റെ സീറ്റിലിരുന്ന് അറിയപ്പെടാത്തവരുടെ കത്തുകൾക്ക് ശബ്ദം നൽകുന്ന ഒരിടമാണിത്. അജ്ഞാതരായവരുടെ അമൂല്യമായ കഥകൾ, അവരുടെ കാത്തിരിപ്പുകൾ, വിടപറച്ചിലുകൾ, പ്രതീക്ഷകളും വേദനകളും ഇവിടെ വായിക്കപ്പെടുന്നു. ഓരോ വാക്കുകളും യാഥാർത്ഥ്യം പോലെ, ഓരോ വികാരവും ഹൃദയസ്പർശി എന്നതുപോലെ നിങ്ങളുടെ കഥയും കേൾക്കപ്പെടേണ്ടത് തന്നെയാണ്. പ്രണയവും നഷ്ടവും ഇഴചേർന്നുള്ള യാത്രയിൽ നിങ്ങളും പങ്കുചേരും. വേർ every video is a soft-spoken memory and every letter a piece of someone's heart. നിങ്ങൾ എപ്പോഴെങ്കിലും പ്രണയിച്ചവരാണോ അതോ പ്രണയം നഷ്ടപ്പെട്ടവരാണോ? നിങ്ങളൊരിക്കലും തനിച്ചല്ല. നിങ്ങളെ സ്റ്റോറി അനക്ഡോട്ടലിസ്റ്റ് ഡയറിയുമായി ഷെയർ ചെയ്യൂ. ലെറ്റ്സ് ടേൺ ഹാർട്ട് ബ്രേക്ക് ഇൻടു ഹീലിംഗ്സ്. വെൽക്കം ടു ആൻ അനക്ഡോട്ടലിസ്റ്റ് ഡയറി. Not every love story gets a happy ending. Sometimes the right person enters your life at the wrong time. Today, I am going to read a letter from someone who lost their love and still wonders, what if? നമ്മുടെ ആദ്യത്തെ കത്ത് വന്നിരിക്കുന്നത് കൊല്ലത്ത് നിന്നാണ്. കൊല്ലത്ത് നിന്ന് വീണയാണ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്ന രീതിയിലുള്ള എക്സൈറ്റ്മെൻറ്റോടെ തന്നെ നമുക്ക് ആദ്യത്തെ ലെറ്റർ പൊട്ടിക്കാം. ഓക്കെ. Dear anecdotalist, I still see him in every song I hear. He left, but somehow he still lingers in my thoughts, in my dreams, and sometimes I wonder, did he ever miss me too? ഹലോ, എൻ്റെ പേര് വീണ, സ്ഥലം കൊല്ലം. എൻ്റെ വീട്ടിൽ അമ്മയും ഒരു ചേട്ടനും ഞാനുമാണുള്ളത്. അച്ഛൻ ഞങ്ങളെ പിരിഞ്ഞിട്ട് 2 വർഷമാകുന്നു. ഞാനിപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. 10ൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ഈ പ്രണയം സ്റ്റാർട്ടാകുന്നത്. ഞാനീ പറയാൻ പോകുന്നത് 1 സൈഡ് ലവ് ആണോ അതോ 2 സൈഡ് ആണോ എന്ന് നിങ്ങൾ തന്നെ വായിച്ചു പറയണം. എന്തായാലും ഞാൻ പറയാം. ഞങ്ങൾ ഒരേ നാട്ടിലാണെങ്കിലും പരസ്പരം കാണുന്നത് ഞാൻ ആദ്യമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ട്യൂഷന് പോകുമ്പോഴായിരുന്നു. പറഞ്ഞു വരുന്നത് ട്യൂഷൻ സാറിനെ പറ്റിയാണ്. ഈ സാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് വയസ്സൊന്നും പ്രതീക്ഷിക്കല്ലേ. അന്ന് അദ്ദേഹത്തിന് 20 വയസ്സായിരുന്നു, എനിക്ക് 15. ആദ്യമായി അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ തന്നെ കരുതിയത് ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള എന്നാണ്. പിന്നെ ഞാനത് കാര്യമാക്കിയില്ല. അങ്ങനെ ദിവസവും ട്യൂഷൻ പോയി തുടങ്ങി. അവിടെയുള്ള എല്ലാവരോടും നല്ല കൂട്ടായിരുന്നു അയാൾ. എങ്കിലും ഞാൻ പുതിയ കുട്ടിയായതുകൊണ്ടാകാം എന്നോട് വലിയ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പോകെ പോകെ ട്യൂഷൻ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കുറച്ച് നേരം ഒരുമിച്ചിരുന്ന് ഗെയിം കളിക്കാൻ തുടങ്ങി. അയാൾ ഞങ്ങളോടൊപ്പം കൂടി. അങ്ങനെ മറ്റുള്ള കുട്ടികളോട് ഉള്ളതുപോലെ തന്നെ എന്നോട് നല്ല കമ്പനിയായി. ട്യൂഷൻ അവസാനിക്കാറായ ഒരു ദിവസം അയാളെ കസിൻ എന്നെ പ്രപ്പോസ് ചെയ്തു. ഞാനും അവനും ഒരേ സ്കൂളിലായിരുന്നു. പ്രായത്തിൻ്റെ ഒരു എടുത്തുചാട്ടത്തിൽ ഞാൻ അങ്ങ് എസ് പറഞ്ഞു. ആ സമയമാണ് കോവിഡൊക്കെ വരുന്നതും ലോക്ക്ഡൗൺ ആവുന്നതും. അങ്ങനെ എല്ലാവരും വീട്ടിലിരിപ്പായി. ആ സമയം ആണ് സാർ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത്. വെറുതെ ക്യാഷ്വലായി ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. തിരിച്ച് ഞാനും ചാറ്റ് ചെയ്ത് ഞങ്ങൾ നല്ല കമ്പനിയായി. അതിനിടയ്ക്ക് എന്നെ പ്രപ്പോസ് ചെയ്തവൻ കാസ്റ്റ് ഇഷ്യൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വേണ്ട എന്ന് പറഞ്ഞു. അതെനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. അവനിൽ നിന്നും ഒരിക്കലും ഞാനത് എക്സ്പെക്റ്റ് ചെയ്തില്ല, പെട്ടെന്ന് വിട്ടിട്ട് പോകുമെന്ന്. ആ സമയമെല്ലാം ഞാൻ നല്ലോണം വിഷമിച്ചിരുന്നപ്പോൾ എനിക്ക് മോട്ടിവേഷൻ തന്നത് ഈ സാറായിരുന്നു. എന്തോ അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കാൻ പ്രത്യേക വൈബ് എനിക്ക് തോന്നി. ഞാൻ എൻ്റെ വിഷമങ്ങൾ പറയുമ്പോൾ അയാൾ കോളേജിലെ ഓരോരോ സംഭവങ്ങൾ കോമഡിയൊക്കെ പറഞ്ഞ് എന്നെ ഓക്കെ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഈ സാർ എന്നെ പെണ്ണ് കാണാൻ വരുന്നത്. ഞാൻ ഞെട്ടിപ്പോയിരുന്നു. എന്താ അങ്ങനെ കണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അതെൻ്റെ ഫ്രണ്ടിനോട് പോയി പറഞ്ഞു. അപ്പോൾ അവൾ എന്നെ കളിയാക്കി, സാറിനെ എനിക്ക് ഇഷ്ടമാണ്, നീ പോലും അറിയാതെ നിൻ്റെ ഉള്ളിൽ സാർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്തോ അവളുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും എനിക്ക് ഉള്ളിൽ അങ്ങനെ എന്തൊക്കെയോ ഫീൽ ചെയ്തു. ഒരിഷ്ടം, ഒരു കുഞ്ഞിഷ്ടം എവിടെയോ ഇല്ല എന്ന് ഞാൻ എന്നോട് തന്നെ പലയാവർത്തി ചോദിച്ചു. പിന്നെ അയാളുടെ ഓരോ ചാറ്റിലും എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി തുടങ്ങി. ഒരു ദിവസം മെസ്സേജ് കണ്ടില്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ. ആരൊക്കെ ഉണ്ടെങ്കിലും അയാളോട് ഒന്ന് സംസാരിക്കാൻ വല്ലാത്ത കൊതി ഞാൻ തന്നെ മനസ്സിലാക്കി. എനിക്ക് സാറിനോട് ഒരു ഇഷ്ടമുണ്ടെന്ന്. കുറച്ച് നാൾ മനസ്സിൽ വെച്ച് നടന്നുവെങ്കിലും എനിക്ക് സാറിനോട് പറയണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. പക്ഷെ വല്ലാത്ത പേടിയും
ആദ്യമായി അങ്ങോട്ടേക്ക് ഒരു പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ എല്ലാ വെപ്രാളവും എന്നിൽ ഉണ്ടായിരുന്നു. എന്നെ വഴക്ക് പറയുമോ, ഇപ്പോഴുള്ള ഫ്രണ്ട്ഷിപ്പ് കൂടി പോകുമോ എന്നൊക്കെ എൻ്റെ മനസ്സ് വല്ലാതെ പേടിച്ചു. നേരിട്ട് പറയേണ്ട എന്ന് ഞാൻ ഉറപ്പിച്ചു. മെസ്സേജാണ് നല്ലത്. അങ്ങനെ മെസ്സേജ് അയച്ചു. അങ്ങോട്ട് പറഞ്ഞു, സാർ, എനിക്ക് സാറിന് ഇഷ്ടമാണ്. വെറും ഇഷ്ടമല്ല, ലൈഫ് ലോങ് കൂടെ വേണം എന്ന രീതിയിലുള്ള ഒരു ഇഷ്ടം. ഇഷ്ടമല്ലെങ്കിൽ വഴക്ക് പറഞ്ഞോളൂ, പക്ഷെ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് കളയരുത്. 100 വട്ടം ക്ഷമ ചോദിക്കാം ഇഷ്ടമായില്ലെങ്കിൽ. ഇത്രയും പറഞ്ഞുകൊണ്ട് അങ്ങ് മെസ്സേജ് അയച്ചു. പക്ഷേ അയാളുടെ റിപ്ലൈ എന്നെ ഞെട്ടിച്ചു കേട്ടോ. ഇതാണ് അദ്ദേഹം പറഞ്ഞത്: നീ ഇത് സീരിയസ് ആയിട്ട് ആണോ പറഞ്ഞത്? എനിക്ക് നിന്നെ തിരിച്ച് സ്നേഹിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, സന്തോഷമേ ഉള്ളൂ. നീ വളരെ നല്ലൊരു കുട്ടിയാണ്. പ്രായത്തിലായാലും ഒരു കുഴപ്പമില്ല. പക്ഷേ നീ ഇപ്പോൾ ഒരു കുട്ടിയാണ്. ഒരു ഡിഗ്രിക്കൊക്കെ ആകുമ്പോൾ നിൻ്റെ പുറകെ ഒരുപാട് പേർ വരും. അന്ന് ഈ പറഞ്ഞത് ചിലപ്പോൾ നിനക്ക് തമാശയായി തോന്നും. എന്നാൽ അങ്ങനെ തോന്നാതെ നിനക്ക് അപ്പോഴും ആ ഇഷ്ടം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ നോക്കാം. എനിക്കെന്തോ ഇത് കേട്ടപ്പോൾ സന്തോഷവും അതോടൊപ്പം തന്നെ സങ്കടവും ആയി. പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു. പോകെ പോകെ ഒരു നിമിഷം പോലും എനിക്ക് അയാളോട് മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയായി. പക്ഷേ ഇതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വന്നു. അയാളുടെ പിറകെ വേറെ ഒരു പെണ്ണ് വന്നു. എൻ്റെ പ്രാർത്ഥന കൊണ്ട് അവൾ തന്നെ തിരിച്ചു പോയി. അല്ല, ഞാൻ പറത്തിയെന്ന് പറയാം. പിന്നെയും ഒരുപാട് അയാൾ സ്നേഹിച്ചു. വേറെ ഒരു പെണ്ണ് അങ്ങേരോട് ഇഷ്ടമാണെന്ന് പറയുന്നത് പോയിട്ട് നോക്കുന്നത് പോലും എനിക്കിഷ്ടമല്ലായിരുന്നു. നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ മതി, വേറെ ആരെയും സ്നേഹിക്കേണ്ട എന്ന് പറഞ്ഞ് വാശിയിൽ ഒരു 3 വർഷം ഞാൻ പിറകെ നടന്നു. ആ 3 വർഷത്തിനിടയ്ക്ക് അയാൾ ഇനി ഒരിക്കലും കിട്ടില്ലെന്ന് തോന്നും വിധം കുറേ പ്രശ്നങ്ങളുണ്ടായി. അതിനിടയിൽ അയാളും പയ്യെ പയ്യെ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. എന്നെ ഒത്തിരി ഇഷ്ടമാണ് എന്ന് എന്നോട് തുറന്നു പറഞ്ഞു. എൻ്റെയും അദ്ദേഹത്തിൻ്റെ റിലേഷൻ എൻ്റെ വീട്ടിലറിഞ്ഞു. പക്ഷെ ഞാൻ പേടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. എൻ്റെ വീട്ടുകാർ നല്ല സപ്പോർട്ടാണ്. അമ്മയ്ക്കും അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ഉത്സവ രാത്രി എൻ്റെ കയ്യും പിടിച്ച് അദ്ദേഹം എന്നെ അമ്പലക്കുളത്തിനടുത്തേക്ക് കൊണ്ടുപോയി. അമ്പലക്കുളത്തിനെത്തിയതും പെട്ടെന്ന് അയാളുടെ കൈകൾ എൻ്റെ അരയിലൂടെ ചുറ്റി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തി. ഞാനൊന്ന് പകച്ചു. വല്ലാത്ത വിറയൽ. അദ്ദേഹത്തിൻ്റെ കൈയുടെ ചൂട് എൻ്റെ ശരീരത്തിലേക്ക് മൊത്തമായി മരിച്ചു കയറി. എൻ്റെയും അദ്ദേഹത്തിൻ്റെ മുഖം അടുത്തു വന്നു. എൻ്റെ കണ്ണുകൾ കൂമ്പിയണിഞ്ഞ നിമിഷം അദ്ദേഹത്തിൻ്റെ അതിരങ്ങൾ എൻ്റെ കീഴ്ചുണ്ടിനെ കവർന്നു. പരസ്പരം മതിമറന്ന് ചുംബിച്ച ആ നിമിഷം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. നീണ്ട നിമിഷങ്ങൾക്ക് ശേഷം പരസ്പരം അതിരങ്ങൾ വേർപെടുമ്പോൾ ഞങ്ങൾ നന്നായി കിതച്ചിരുന്നു. ഞാൻ അയാളുടെ നെഞ്ചിലേക്ക് എൻ്റെ മുഖം അമർത്തി നിന്നു. അദ്ദേഹത്തിൻ്റെ കൈകൾ എന്നെ പുണർന്നു. ഞാൻ തിരിച്ചു. അന്നത്തെ രാത്രി ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെ പല പല നിമിഷങ്ങൾ ഞങ്ങൾ പ്രണയം പങ്കുവച്ചു. അങ്ങനെ കാര്യങ്ങൾ ഒരുവിധം പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനോട് ഈ കാര്യം അവതരിപ്പിക്കുന്നത്. പക്ഷെ അന്ന് ഞാൻ ഒന്ന് ഞെട്ടിട്ടോ. കാരണം നല്ലവരായ നാട്ടുകാരുടെ സഹായത്താൽ ഞങ്ങൾ തമ്മിൽ മുടിഞ്ഞ പ്രേമത്തിലാണെന്ന വാർത്ത അച്ഛൻ നേരത്തെ അറിഞ്ഞിരുന്നു അത്ര. അതുകൊണ്ട് എന്താ, അദ്ദേഹത്തിന് എന്നെപ്പറ്റി അധികമൊന്നും പറയേണ്ടി വന്നില്ല. നടക്കില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. എൻ്റെ മോൻ അത് വിട്ടുകളയണം, അത് നടക്കില്ല. കാരണം എൻ്റെ പ്രായം, ഞങ്ങൾ തമ്മിൽ 5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതൊരു ആനയാടും തമ്മിലുള്ള അത്രയും വലിപ്പമുണ്ടെന്ന് ഇത്രയും നാളും കൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ മോൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് ജോലി നിർബന്ധമാണ്. അത് പിന്നെ നമ്മൾ എങ്ങനെയും വാങ്ങിക്കും. അപ്പോഴാണ് അടുത്ത പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളൊരു നാട്ടുകാരാണെന്ന്. അതുകൊണ്ട് തന്നെ അയാളുടെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വീട്ടുകാർ തമ്മിൽ പണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഒരു ബന്ധം വേണ്ടാന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. അദ്ദേഹം അച്ഛൻ സമ്മതിക്കുമെന്ന പ്രതീക്ഷയിൽ 2 പ്രാവശ്യം കൂടി സംസാരിച്ച് നോക്കി. പക്ഷെ അപ്പോഴും നടന്നില്ല. പിന്നെ അങ്ങോട്ട് എൻ്റെ പ്രാർത്ഥനയുടെ നാളുകളായിരുന്നു. കുറേ പ്രാർത്ഥിച്ചു. അച്ഛൻ സമ്മതിക്കാൻ വേണ്ടി കുറേ കാത്തിരുന്നു. കാരണം വേറെ ഒരാൾക്ക് വേണ്ടിയും എനിക്ക് അയാളെ വിട്ടുകളയാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ചോദിക്കും, നാട്ടിൽ വേറെ ആൺപിള്ളേർ ഇല്ലാത്തത് കൊണ്ടാണോ? ഉണ്ടാവും, പക്ഷേ എനിക്കെന്തോ ഇയാളെ തന്നെ മതിയെന്നായിരുന്നു. അങ്ങനെ അവസാന ശ്രമം എന്നോണം ഒരു പ്രാവശ്യം കൂടി അച്ഛനോട് അദ്ദേഹം സംസാരിച്ചു. അന്ന് അച്ഛനത് നടക്കില്ലെന്ന് തീർത്ത് പറഞ്ഞു. അദ്ദേഹത്തെ കുറേ ചീത്തയും പറഞ്ഞു. അതോടെ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. സത്യത്തിൽ ഒരു 6 വർഷം ഞാൻ അയാളെ ഭ്രാന്തമായി മനസ്സിൽ കൊണ്ട് നടന്നു. ഇപ്പോഴും. പക്ഷെ അച്ഛൻ സമ്മതിക്കാതെ എൻ്റെ കാര്യത്തിൽ ഒന്നും നടക്കില്ല. അങ്ങനെ അവസാന പ്രതീക്ഷയും പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും കരഞ്ഞിരിക്കുമ്പോൾ എൻ്റെ അമ്മ വന്ന് എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ എന്തിനാ കരയുന്നത്? ഇനിയും 2-3 വർഷമില്ലേ? നിനക്കുള്ളതാണെങ്കിൽ നിൻ്റെ അടുത്ത് തന്നെ വരും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. അയാൾക്ക് വേണ്ടി 2-3 കൊല്ലം ഞാൻ നോക്കിയിരുന്നു. ഇനി അച്ഛൻ സമ്മതിക്കുന്നവരായാലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. അച്ഛൻ വേണ്ടെന്ന് വെച്ചിട്ടും അച്ഛൻ സമ്മതിക്കുന്നവരെ നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് എന്നെ ചേർത്ത് നിർത്താത്തതിൽ, അച്ഛൻ സമ്മതിക്കുന്നവരെ എന്നോടൊപ്പം കാത്തിരിക്കാത്തതിൽ ഇടയ്ക്ക് എനിക്ക് അയാളോട് ദേഷ്യമോ പരിഭവമോ ഒക്കെ തോന്നും. ഇടയ്ക്ക് തോന്നും, ഇയാൾ എന്താ എന്നെ കാണാത്തത്?
എൻ്റെ സങ്കടം മനസ്സിലാക്കാത്തതെന്ന്. പക്ഷേ അദ്ദേഹം നല്ല മനുഷ്യനാണ്, ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. ഇനിയിപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിലും വേറെ ആരുടെയെങ്കിലും സ്വന്തമായാലും എവിടെ ആയാലും എൻ്റെ പ്രണയത്തിന് എന്നും നല്ലത് വരണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ. ഈ ജന്മത്തിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നോക്കാം. ഇനി ഞാൻ പ്രാർത്ഥിക്കും, പറ്റുന്നവരെ കാത്തിരിക്കും. വിധിച്ചതാണേൽ എൻ്റെ അടുത്ത് വരട്ടെ, ഇല്ലെങ്കിൽ വിധി പോലെ നടക്കട്ടെ. പ്രതീക്ഷിക്കുന്നില്ല ഒന്നും. You came in like a storm with no warning, swept me off my feet. It was a deadly dance, and I knew if I stayed I would never leave. 'Cause you had my heart in your hands, soft like a summer, and then it was a deadly dance, and I knew if I stayed I wouldn't stand a chance.